ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോക്സിഫൈ മീഡിയ. ഇന്ന് ഞാനേ തുടക്കം സിനിമ കണ്ട് നമ്മുടെ മോഹൻലാലിന്റെ മകള് അഭിനയിച്ചിട്ടുള്ള ഏഹ്, പുതിയ പടം. പുള്ളിക്കാരിയുടെ ഫസ്റ്റത്തെ പടമല്ലേ, വിസ്മയ മോഹൻലാലിന്റെ ഫസ്റ്റ് മൂവി തുടക്കം. നല്ലൊരു തുടക്കമാവട്ടെ. ഈ തുടക്കം ഞാനിന്ന് കണ്ടു. ഒരു ആവറേജ് പടം അന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനേ ഈ അടുത്ത് ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ അർജുൻ്റെ സിനിമയില്ലേ ബ്ലാസ്റ്റ്, സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വിസ്മയ മോഹൻലാൽ അഭിനയിച്ച ഈ തുടക്കം എന്നുള്ള സിനിമയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൾമോസ്റ്റ് അറിയാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ മാർഷ്യൽ ആർട്സ് കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളിൽ പറഞ്ഞ പോലെ ഇപ്പൊ വിസ്മയ മോഹൻലാലിന്റെ പ്രാക്ടീസും ഈ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യണതും ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യണതിൻ്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. കണ്ടിരുന്നു ഞാൻ ഒന്ന് രണ്ടെണ്ണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സിനിമക്ക് പോയത്. ഒരു ആവറേജ് പടം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗ്രേറ്റസ്റ്റ് പടം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒന്ന് വലിപ്പിച്ച് കുറച്ചൊന്ന് ലാഗ് അടിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം പോണ്ടി വന്നിരുന്നില്ല. കാരണം ഭയങ്കരമായിട്ട് മിനിമലായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ വില്ലൻ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് കിട്ടിയില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയണേ. അപ്പോൾ കുറ്റം പറയണല്ല കേട്ടാ, പടം നിരൂപകരി അവ വിലയിരുത്തിക്കോട്ടെ. നല്ലതാണേലും ടെക്നിക്കൽ വൈസ് ആയാലും എല്ലാവരും. ഞാനൊരു സാധാരണക്കാരൻ എന്നുള്ള ലെവലിൽ എൻ്റെ അഭിപ്രായം പറയുന്നുള്ളൂ. സോ കാണാത്തവർക്ക് കാണാം. ഇതിനിപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് എനിക്ക് നിർബന്ധം പറയാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. നമ്മുടെ മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ പടത്തിൽ വരുമ്പോൾ അതിനകത്ത് മമ്മൂട്ടിയുടെ സപ്പോർട്ടൊന്നും സിനിമയിൽ പ്രസൻസിൽ വരേണ്ടി വരുന്നിട്ടില്ല. പക്ഷെ ഇതില് ലാലേട്ടനുണ്ട്. ഇതിനകത്ത് ലാലേട്ടൻ ഉള്ളതുകൊണ്ടായിരിക്കും ഈ പടത്തിന് ഒരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ വന്നത്. ഓഫ് കോഴ്സ് ഒരു പ്രൊമോഷനും എന്നുള്ളതിലായിരിക്കും. കാരണം ഫസ്റ്റത്തെ പടം അല്ലേ. പിന്നെ ലീഡിങ് ക്യാരക്ടേഴ്സ് ഫീമെയിൽ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ ബിസിനസ് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കല്ലേ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീമിനായാലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവർക്കൊക്കെ എല്ലാം അതിനെ പറ്റിയിട്ട് കൂടുതൽ ധാരണയുള്ളൂ. നമുക്ക് കാണാൻ ആസ്വദിക്കാൻ പറ്റിയ ഒരു മൂവി അത്രേ ഉള്ളൂ. ഫൈറ്റ് സീൻസ് എന്നൊക്കെ പറയാനായിട്ടാണെങ്കിൽ ഒന്ന് രണ്ട് ഫൈറ്റ്സേ ഉള്ളൂ. ഭയങ്കരമായൊരു ഇടിപ്പടമല്ല. എന്നാൽ ഒരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിനകത്ത്. ഒരു കണ്ടന്റ് ഉണ്ട്. ഒരു കണ്ടന്റ് എന്ന് ഉദ്ദേശിച്ചത് ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു സംഭവം. അതായത് നമ്മുടെ വീട്ടിലും പെൺമക്കളുള്ളതാണ്. ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞു കൊച്ചുങ്ങൾക്കായാലും പറഞ്ഞ പോലെ ഒരു ബേസിക് ഡിഫൻസ് സംഭവങ്ങളൊക്കെ പഠിക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ആക്കണം നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും, ഗേൾസ് പ്രത്യേകിച്ച്. കാരണം അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കേരളവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ അവിടെ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഞാൻ ലാലേട്ടനെ കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അത് ഇപ്പോഴത്തെ സംസാരിക്കാനുള്ള ടോപ്പിക്കൊന്നും തുടക്കത്തിലില്ല. എന്തായാലും തുടക്കം നല്ല തുടക്കമാവട്ടെ. എബോ ആവറേജ് നിൽക്കില്ല ഈ പടം. എൻ്റെ ഒരു അഭിപ്രായം ഉണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ആവറേജ് മൂവി ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. ഭയങ്കരമായ ഒരു സംഭവമൊന്നും തുടക്കം സിനിമയിലില്ല. കണ്ടിരിക്കാം. ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. പ്രത്യേകിച്ച് പെൺമക്കളുള്ള വീട്ടുകാർ ഒന്ന് കണ്ടിരുന്നാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് തോന്നി ലാലേട്ടന് ഇത്രയധികം പ്രൊമോഷൻ കൊടുക്കണം. ഞാൻ ഇന്ന് പോയ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ 4-3 ആളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ലാലേട്ടനെയും കൂടി ഇതിൽ സ്ക്രീൻ പ്രസൻസ് അവർ കൊണ്ടുവന്നു ഒരു പക്ഷേ. അപ്പൊ പോയി കാണാത്തതിനും നീ കണ്ടോക്ക്. ചുമ്മാ കാണാൻ പറ്റിയ ഒരു പടം അത്രേ ഉള്ളൂ. പിന്നെ ഒരു മെസ്സേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ മെസ്സേജും നല്ലതാണ്. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും നല്ലൊരു മെസ്സേജാണ്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ബൈ ബൈ.